നരേന്ദ്രമോദിക്ക് അധികാരത്തിലെത്താൻ 25 സീറ്റുകളിൽ അട്ടിമറിയാണ് വേണ്ടി വന്നത്. അത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. അതാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വെളിപ്പെടുത്തൽ. അത് സത്യമാണെന്ന് തെളിഞ്ഞു വരികയാണ്. 25 സീറ്റിലെ അട്ടിമറികൾ ശരിയായി നടന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ വോട്ടർ റോൾ തരാത്തത് എന്നും തരാൻ ധൈര്യമുണ്ടോ എന്നും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല. ഭരണഘടനയ്ക്കെതിരായ കുറ്റകൃത്യമാണ് നടന്നത് എന്ന് തെളിയുമ്പോൾ ഇത് മോദിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും. രാഹുൽ ഗാന്ധി വെറുതെ കാടടച്ച് വെടിവെച്ചതല്ല ഇത്. 6 മാസത്തെ സമഗ്രമായ അന്വേഷണത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി എന്ന ഇൻവെസ്റ്റിഗേറ്റർ വെളിപ്പെടുത്താനുള്ള മാധ്യമ സമ്മേളനത്തിനെത്തിയത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്രയേറെ നെറുകേടുകൾ നടക്കുന്നുണ്ടെന്ന് ലോകത്തെ അറിയിക്കാനുള്ള രാഹുൽ ഗാന്ധി എന്ന ഉറച്ച മനുഷ്യന്റെ ദൃഢനിശ്ചയമായിരുന്നു ഇന്നലെ വേദിയിൽ ഉതിർന്ന തീപ്പൊരി ഇന്ത്യയിൽ അലയടിക്കാൻ കാരണമാണിത്. തന്റെ കൈത്തണ്ടയിൽ അടക്കിപ്പിടിച്ച പുസ്തകത്തിന്റെ കനം അയാളുടെ നാളുകളായുള്ള അന്വേഷണങ്ങളുടെ വ്യക്തമായ തെളിവുകൾ അടങ്ങിയ സംക്ഷിപ്ത രൂപമായിരുന്നു. ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്നെന്ന് നാം അഭിമാനത്തോടെ പറയുന്ന ജനാധിപത്യത്തിന് തന്നെ എതിരെ ഉയർന്ന കളങ്കം കൂടിയാണിത്. രാജ്യം ഭരിക്കുന്നവരുടെ കൊള്ളരുതായ്മകളെയാണ് അയാൾ വലിച്ചു കീറിയത്. ലോകസഭാ നിയമസഭാ മണ്ഡലങ്ങളിൽ കൃത്യമായി സൃഷ്ടിക്കപ്പെട്ട രേഖകളും നടന്ന കൊള്ളരുതായ്മകളും കേട്ടാൽ അറപ്പുളവാക്കുന്നതാണ്. നിർമ്മിച്ചെടുത്ത ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 11,965. വ്യാജ അഡ്രസ്സിൽ ഉള്ളവരുടെ എണ്ണം 40,000-ന് മുകളിൽ. ഒരേ അഡ്രസ്സിലുള്ള വോട്ടർമാർ 10,452. വ്യക്തതയില്ലാത്ത ഫോട്ടോയോടെ ചമക്കപ്പെട്ട വോട്ടർമാർ 4,132. ഫോം 6 ദുരുപയോഗം ചെയ്തിരിക്കുന്നത് 33,692 പേർ. വിചിത്രമെന്നോണം ഒരാൾക്ക് 3 സംസ്ഥാനങ്ങളിൽ വരെയാണ് വോട്ടുള്ളത്. വിലാസങ്ങളിലെ പൊരുത്തക്കേടുകൾക്കപ്പുറം വീട്ടുനമ്പർ 0 സൃഷ്ടിച്ചവയും പിതാവിന്റെ പേര് ഇനിഷ്യലാക്കി ഇംഗ്ലീഷ് അക്ഷരമാലയിലേക്ക് സംയോജിപ്പിച്ചവയും ഉൾപ്പെടുന്നു. ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ വൻതോതിലുള്ള വോട്ട് മോഷണം നടന്നതായി രാഹുൽ ആഞ്ഞടിക്കുന്നുണ്ട്. കർണാടകയിൽ 28 സീറ്റുകളിൽ 16 സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുമെന്ന ആഭ്യന്തര സർവേ റിപ്പോർട്ടിനെ മറികടന്നുള്ള BJPയുടെ കടന്നുകയറ്റവും രാഹുലിനെ സത്യങ്ങളുടെ പിന്നാമ്പുറം തേടിയുള്ള ഓപ്പറേഷൻ മഹാദേവിലേക്ക് നയിക്കുകയായിരുന്നു. ലോക്സഭാ മണ്ഡല പരിധിയിലുള്ള 8 നിയമസഭാ സീറ്റുകളുടെ പരിശോധനയിൽ മഹാദേവപുര ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ 85,000 വോട്ടുകൾക്ക് കോൺഗ്രസ് ലീഡ് ഉയർത്തിയപ്പോൾ മഹാദേവപുരയിൽ മാത്രം BJPക്ക് ലഭിച്ചത് 1,14,000 വോട്ടുകൾ. ഇതും അദ്ദേഹത്തിന്റെ സംശയത്തിന്റെ തോത് ഇരട്ടിയാക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ 5 വർഷത്തിൽ ചേർത്തതിനേക്കാൾ വോട്ടാണ് 5 മാസം കൊണ്ട് ചേർക്കപ്പെട്ടത് എന്നും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടന്നേനെ എന്നും സംശയം വർദ്ധിപ്പിക്കുന്നു. 80-70 വയസ്സായവരെ കന്നി വോട്ടർമാരാക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി ജനങ്ങളെ അടക്കി വാഴാമെന്ന വ്യാമോഹം തലക്ക് പിടിച്ചവരുടേതാണിത്. ജനങ്ങളെയും ഈ രാജ്യത്തെ ഭരണത്തെയും ഈ രാജ്യത്തിന്റെ മഹിമയെയും പോലും പണയം വെച്ചു. നമ്മുടെ എഴുതപ്പെട്ട നിയമങ്ങൾ, ലിഖിതങ്ങൾ, ഭരണവ്യവസ്ഥകൾ പോലും കാറ്റിൽ പറത്തി. അധർമ്മമാണ് ഇവിടെ പ്രബലമായ രേഖകളുടെ പിന്തുണയോടെ വെളിപ്പെട്ടിരിക്കുന്നത്. 25 മണ്ഡലങ്ങളിൽ അട്ടിമറി നടത്തി ഈ രാജ്യത്തിന്റെ ഭരണം പിടിക്കാൻ വേണ്ടി BJPയും മോദിയും കളങ്കപ്പെടുത്തിയിരിക്കുന്നത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മഹത്തായ ഒരു സംവിധാനത്തെയാണ് എന്നോർക്കണം. അവിടെ രാഹുൽ തീർച്ചയായിട്ടും ഇറങ്ങി പുറപ്പെടും. അയാൾ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്.